ഞാനും ഉമ്മയും കൊടുങ്ങല്ലൂർ പോയ വീഡിയോ ഉണ്ട്. അപ്പോൾ എന്നും വിചാരിക്കും ഒരു 10-15 മിനിറ്റുള്ള ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ പറ്റാറില്ല. എൻ്റെ വീഡിയോ 2-3 മിനിറ്റ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ കയറി. വേറെ ഒന്നുമല്ല, രാവിലെ ഓട്സ് ആണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വിശന്ന്. പിന്നെ ബിരിയാണിക്ക് കിട്ടാൻ പറ്റിയ നല്ല സ്പോട്ടൊന്നും കൊടുങ്ങല്ലൂർ ഇല്ലാന്ന് തോന്നുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പുകൊണ്ട് കഴിച്ചതാണ്. പിന്നെ കുറച്ച് ഹൈസിനും വാരിക്കൊടുത്ത് ബിരിയാണിയുടെ കൂടെ കിട്ടിയ മുട്ടയാണ് പിന്നെ ഹൈസിൻ കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് പത്തിരി വാങ്ങാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നുമല്ല, ഇത്താത്ത ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വേറെ ഒന്നും ഉണ്ടാക്കേണ്ട, പത്തിരിയും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ പത്തിരിയൊക്കെ വാങ്ങി ഹൈസിനെയൊക്കെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങാണ്. പിന്നെ ഞങ്ങൾ പോയത് മൊബൈൽ ഷോപ്പിലോട്ടാണ്. മൊബൈലിൻ്റെ ഗ്ലാസ് ഒട്ടിക്കണമായിരുന്നു. പിന്നെ ഒരു കവർ ഇടണമായിരുന്നു. മൊബൈലിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാണ്. ഫസ്റ്റ് ഹഗിൽക്കാണ് പോയത്. അവിടെ നല്ലപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റിയത്. പിന്നെ ഹൈസിന് പിന്നെ ഡ്രസ്സ് മാത്രം മതി, ചെരുപ്പ് വേണ്ട. കാരണം പെരുന്നാൾക്ക് വാങ്ങിയ ചെരുപ്പാകെ ഒറ്റ തവണ കുറച്ച് നേരം മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹൈസിന് ഫുൾ ടൈം കളിയായിരുന്നു. വേറെ ഒന്നുമല്ല, അവൻ അറിയില്ല ഡ്രസ്സ് എടുക്കാൻ വന്നതെന്നൊന്നും അറിയില്ല. അവൻ്റെ വിചാരം കളിക്കാൻ വന്നതാണെന്നാണ് അവൻ വിചാരിച്ച് വെച്ചേക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളൊരു ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബോൾ വാങ്ങിയതാണ് ഹൈസിന് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വീടെത്തിയപ്പോഴത്തേനും അത് ബോളാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ബോൾ ആകെ കടിച്ച് പറിച്ച് അണ്ണാനും മാങ്ങയും പേരൊക്കെയൊക്കെ കടിച്ച് വെച്ച മാതിരി ആകെ ബോൾ കടിച്ച് പറിച്ചത് ബോളാണെന്ന് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവനവിടെ ഇഷ്ടംപോലെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് വണ്ടികളോട് വലിയ താല്പര്യമില്ല. ബോളിനോട് താല്പര്യമുണ്ട്, പിന്നെ അതേപോലെ തന്നെ മൃഗങ്ങളോടും താല്പര്യമുണ്ട്. പക്ഷെ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ തിരിഞ്ഞു പോലും നോക്കൂല. അങ്ങനത്തെ അവിടെ നിന്ന് ഇവനെയും ബോളും ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത്. പിന്നെ അവിടെ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വാങ്ങിയില്ല, കാരണം ഹൈസിന് വലുതായല്ലോ. പിന്നെ അവിടെ നിന്ന് നേരെ കൽപ്പകയിലോട്ടാണ് പോയത്. ഉമ്മാക്ക് നൈറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഉമ്മാക്ക് നൈറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാനോ ചെരുപ്പ് വാങ്ങാനോ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഉമ്മയാണ് ഞങ്ങളുടെ ഉമ്മ. ഒരു സാധനത്തിനോട് ഒരു ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ജീവിതമാണ് ഉമ്മച്ചിയുടെ ജീവിതം എന്ന് പറയാനായിട്ട്. അപ്പോൾ അത് ഞാനപ്പോൾ ഒരു നൈറ്റ് ഇതിനകത്ത് ഉള്ളതിൽ എടുത്തിട്ടേല് അത്യാവശ്യം നല്ലൊരു നൈറ്റ് നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വീണ്ടും പോകേണ്ടി വന്നു കൊടുങ്ങല്ലൂർ. ഇത്താതൊക്കെ എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന്. അപ്പോൾ വൈകുന്നേരം പോയപ്പോൾ ഹൈസിനെ കൊണ്ടുപോയില്ല. ഞാനും ഇത്താതെയും മാത്രമാണ് കൊടുങ്ങല്ലൂർ പോയത്. അത് 2 വീലറിനാണ് പോയത്. വൈകുന്നേരമാണ് പോയത്. പിന്നെ ചെറുതായിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ കൊടുങ്ങല്ലൂർ എത്താന്നുള്ള രീതിയിൽ സ്പീഡിൽ അങ്ങോട്ട് പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് വീണ്ടും മഴക്കാറ് വന്ന് ദേന മൂടിക്കെട്ടി നിൽക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി, കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശത്തോട്ട് നോക്കിയപ്പോൾ. അപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല പെരും മഴ. പിന്നെ മുകളിൽ ഇങ്ങനെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് വീടില്ലാത്തവർക്കും അതേപോലെ തന്നെ ഭിക്ഷക്കാർക്കൊക്കെ താഴെ കിടക്കാനും പിന്നെ നമ്മളെപ്പോലുള്ളവർക്ക് ഇതേപോലെ മഴ പെയ്യുമ്പോൾ അവിടെ കയറി നിൽക്കാനൊക്കെ വളരെ വളരെ സൗകര്യമാണ് ഇങ്ങനെ റോഡ് പണിതത് കൊണ്ട്. അപ്പം ഞാൻ താത്തയും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ 7 മണിയൊക്കെ ആയി വീടെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ അതേ രാത്രി ഫുഡ് കഴിക്കലാണ്. പത്തിരിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് എന്ന് പറയാനായിട്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.